ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാഠമാണ് ഭവിഷ്യത്തവ. നമുക്ക് എത്രയും പെട്ടെന്ന് ആ പാഠത്തിൽ എന്താ പറയുന്നത് വളരെ വേഗത്തിൽ നോക്കാം. ഇവിടെ എന്താണ്, ഇത് പടകഥയാണ്, തിരക്കഥയാണ്. അപ്പോൾ തിരക്കഥ എങ്ങനെയാണ് ഉണ്ടാവുക? കഥാപാത്രാണി, ഈ പാഠത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പുത്രഹ, സ്നുഷ, പൗത്രഹ, റോസി, അന്തേവാസിനി, അന്യ അന്തേവാസിനി. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ മകനുണ്ട്, മരുമകളുണ്ട്, പേരക്കുട്ടിയുണ്ട്, അന്തേവാസിനിയായിട്ടുള്ള റോസിയുണ്ട്, വേറൊരു അന്തേവാസിനിയുണ്ട്. പ്രദേശം എന്താണ്? സാലാരാത് ബഹിഹി. സാലാരം എന്ന് പറയുന്നത് എന്താണ്? ആ വൃദ്ധസദനത്തിൻ്റെ പേരാണ് അതിൻ്റെ പുറത്ത്. ഇവിടെ എന്താണ് രംഗവിവരണത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? പുത്രഹ സ്നുഷാച്ച കാര്യാലയാത് സോപാനമാർഗേണ ബഹിരാഗച്ഛതി. മകനും മരുമകളും കൂടി ഓഫീസിൽ നിന്നും സോപാനം സ്റ്റെപ്പിറങ്ങി പുറത്തേക്ക് വരികയാണ്. പുത്രഹ അഗ്രേ പത്നിഹി പൃഷ്ഠതഃ ച. മകൻ മുന്നിലും ഭാര്യ പിന്നിലുമായിട്ട്. പുത്രഹ ചിന്താമഗ്നഃ ദേഹലീതഃ അവരോഹതി. മകൻ ചിന്താമഗ്നനായിട്ട് ആ പോർട്ടിക്കോ അല്ലെങ്കിൽ എൻട്രൻസ് നിന്നും പുറത്തേക്ക് വരികയാണ്. പത്നി അശ്വസ്ഥ ഇവ. പത്നി വളരെ അസ്വസ്ഥയാണ്. അപ്പോൾ പത്നി ആശ്വാസ്ത ഇവ. പത്നിക്ക് വളരെ ആശ്വാസമാണ്. കാര്യാലയസ്യ ദേഹല്യാം സ്ഥാനമവലംബ്യ ഉപവിശതി അപരാ വൃദ്ധമാത. ആ കാര്യാലയത്തിൻ്റെ പോർട്ടിക്കോ ഫ്രണ്ടിൽ തൂണിൽ ചാരി വേറൊരു വൃദ്ധമാതാവ് ഇരിക്കുന്നുണ്ട്. സോപാനസ്യ വാമതഃ ഏകാ പുരാതനി ദ്രോണി. സോപാനത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പഴയ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ദക്ഷിണതഃ ബാലകഃ ഝടിതി പിതുഹു സമീപം ആഗച്ഛതി. ഇടത്ത ഭാഗത്തു നിന്നും ആ ബാലകൻ പെട്ടെന്ന് ആ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് വൃദ്ധായാഹ ദൃഷ്ടിം ബാലകെ. ആ വൃദ്ധയുടെ ദൃഷ്ടി ബാലനിലേക്ക് നോക്കുകയാണ്. ഛായാഗ്രാഹി സമീപേ. ക്യാമറ വയ്ക്കുന്ന ആൾ അടുത്ത്. സംഭാഷണം ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇനിയും സംഭാഷണം തുടങ്ങുന്ന സമയത്ത് സംഭാഷണം കൂടി അതിൽ വരും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അതിൽ വരുന്നതെന്ന്. ബാലകഃ പിതുഹു ദക്ഷിണഹസ്തം ഗൃഹാതി. ബാലകൻ മകൻ്റെ ഇടത്തെ കയ്യിൽ പിടിക്കുകയാണ്. ബാലകൻ പറയുന്നു, ബാലകഃ വദതി താതാ പ്രകോഷ്ഠേ തസ്മിൻ മഹദുഷ്ടം വർത്തതേ. അച്ഛാ, ആ റൂമിൽ ഭയങ്കര ചൂട്. തത്ര വ്യജനമേകം സ്ഥാപിതം. അവിടെ ഒരു ഫാൻ വെക്കൂ. അപ്പോൾ ഛായാഗ്രഹി എവിടെയുള്ളത്? മുകളിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡയലോഗ് പറഞ്ഞതിന് ശേഷം അവിടെ എന്താ സംഭവിക്കുന്നത്? ഇനി പത്നി ബാലകസ്യ ഹസ്തം ബലാത് ഗൃഹന്തി അഗ്രേ ഗച്ഛതി വദതി ച. ആ പത്നി, അതായത് മരുമകൾ, ആ കുട്ടിയുടെ കയ്യിൽ, അവളുടെ മകൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സ്പീഡിൽ വലിച്ചു കൊണ്ടുപോയിട്ട് പറയാണ്, എന്താണ്? ദിനാഭ്യന്തരേ വൃതിസ്ഥാസാം കിം കൃതേ പുനഃ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മരിക്കുമോ അവർ? ഇനി എന്തിനാണ് ചോദിക്കുകയാണ്. അപ്പോൾ ഛായാഗ്രാഹി മുകളിലാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ മരിക്കും, ഇനിയിപ്പോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. എന്നിട്ടോ സാ ബാലകം ആക്ഷിപ്യ കാര്യാനം അപസർപ്പതി. അപ്പം എന്താണ്, അവൾ ആ മകനെ ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യാനത്തിലേക്ക് പോയി. പുത്രേ കാര്യാനം പ്രവിശതി റോസി തം ആഹ്വയത്തെ. മകൻ കാര്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ റോസി, ആ അന്തേവാസി, അവളെ വിളിക്കുകയാണ്. ക്ഷണം താവത്, ഒരു മിനിറ്റ് എന്ന് പറയുന്ന ഡയലോഗ്. പൃഷ്ഠതഃ സ്ത്രീ ശബ്ദം ശൃണോതി. ബാക്കിൽ നിന്നും സ്ത്രീ ശബ്ദം കേൾക്കുന്നു. പുത്രഃ പരിവൃത്യ അവലോകേതി. മകൻ തിരിഞ്ഞു നോക്കാണ്. റോസി ആഗച്ഛതി. റോസി വരുന്നു. റോസി വദതി. റോസി പറയാണ്, എന്താണ്? ലക്ഷ്മി വ്യജനം അനപേക്ഷിതമേവ. ആ ലക്ഷ്മിക്ക്, നിൻ്റെ അമ്മയായ ലക്ഷ്മിക്ക് ഫാനൊന്നും വേണ്ട. ഈദൃശം ഉഷ്ണം സോഢും സാ സമർത്ഥ ഏവ. ഈ ചൂടൊക്കെ സഹിക്കാൻ അവൾ സമർത്ഥയാണ്. ഏതസ്മാദപി അസഹ്യമുഷ്ണം സോഢ്വ ഏവ സാ ഭവന്തം അപോഷയത്. ഇതിലും എന്താ പറയുക, അത്യധികം ചൂട് സഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലും വലിയ വലിയ ജീവിതത്തിലെ ചൂടുകൾ സഹിച്ചുകൊണ്ടാണ് അവൾ നിന്നെ വളർത്തിയത്. തഥാപി വ്യജനമേകം സ്ഥാപ്യതാം തത്ര. എന്നിരുന്നാലും നീ ഒരു ഫാൻ അവിടെ കൊണ്ട് വെക്കി, ഒരു ഫാൻ നീ ഫിറ്റ് ചെയ്യും. യതഃ ഭവിഷ്യേ തവ പുത്രേണ നേഷ്യമാണ് ത്വം ഇതമുഷ്ണം സോഢും അസമർത്ഥഃ ഭവിഷ്യതി. ഭാവിയിൽ നിൻ്റെ മകനാൽ ഇവിടെ നിന്നെ കൊണ്ടുവിടുമ്പോൾ, ഭാവിയിൽ നിൻ്റെ മകനാൽ നീ ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, ഈ ചൂട് താങ്ങാൻ നിനക്ക് ചിലപ്പോൾ സഹിക്കില്ല. നിൻ്റെ അമ്മയ്ക്ക് സഹിക്കും, നീ സഹിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഇത് എന്താണ്? എന്നിട്ട് റോസി മുഖാത് ഉപനേത്രം അപസാര്യ പുനഃ സ്ഥാപയതി. റോസി മുഖത്ത് നിന്നും കണ്ണട അഴിച്ചിട്ട് വീണ്ടും വെക്കുകയാണ്. പ്രതിനിവൃത്യ ഗച്ഛതി. തിരിഞ്ഞു പോവുകയാണ്. പുത്രഃ പുത്രീച്ച സ്തബ്ധോ ഭൂത്വ കാര്യാനെ ആസ്തേ. പുത്രനും പുത്രിയും സ്തബ്ധരായിട്ട് കാര്യാനത്തിലിരിക്കുകയാണ്. അനന്തരം കാര്യാലയസ്യ പുരോഭാഗ. വീണ്ടും കാര്യാലയത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. പുത്രഃ കാര്യാനെ ഉപവിശതി. പുത്രൻ കാറിൽ ഇരിക്കുകയാണ്. ചിന്താകുലേ നേത്രേ ദർപ്പണേ ദൃശ്യത്തെ. ചിന്താകുലമായിട്ട് ഉള്ള മുഖം കാറിൻ്റെ മിററിൽ, സൈഡ് വ്യൂ മിററിൽ കാണുകയാണ്. റോസ്യാഹ ശബ്ദം പ്രതിധ്വനതി. റോസിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭവിഷ്യേത്തവ 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 എന്ന്. ഛായാഗ്രാഹി ഉപരിഷ്ഠാത്. ഛായാഗ്രാഹി മുകളിൽ നിന്നുമാണ്. ഇനി അടുത്തെന്താണ്? ലാസ്റ്റ് ഖിന്നഹ പുത്രഹ ഉപനേത്രം അപസാര്യ കരവസ്ത്രേണ മുഖം മാർജയതി. എന്താണ്? സങ്കടപ്പെട്ട മകൻ എന്താണ്, തൻ്റെ കണ്ണട കണ്ണിൽ നിന്നും ഊരിയിട്ട്, മുഖത്തു നിന്നും ഊരിയിട്ട് കരവസ്ത്രം, കർച്ചീഫ് കൊണ്ട്, ടവല് കൊണ്ട് മുഖം തുടയ്ക്കുകയാണ്. അന്തസംഘർഷം അനുഭൂയമാനഹ ഇവ കാര്യാനസ്യ നിയന്ത്രണചക്രം ദൃഢം ഗൃഹാതി. അന്തസംഘർഷം, ഉള്ളിൽ സംഘർഷമുള്ളതുപോലെ കാറിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ സ്റ്റിയറിംഗിന് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഛായാഗ്രാഹിണം പുത്രേ വിപുലീകരുത്. ഛായാഗ്രാഹി എന്താണ്? പുത്രനിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്ന് അർത്ഥം. ഓക്കെ, അവിടെ ഈ ചാപ്റ്റർ കഴിയുകയാണ്. മക്കളെ, ഇതാണ് നമ്മുടെ ഭവിഷ്യത്തവ എന്ന മൂന്നാമത്തെ പാഠം.
എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, നമസ്തേ.